നമസ്കാരം, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ദേശീയപാത 66 തൊണ്ടയാട് ജംഗ്ഷനിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിൽ നിന്നും പന്തീരങ്കാവ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ടുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. നിലവിൽ ഈ വശത്തുള്ള, അതായത് ദേശീയപാതയിൽ രണ്ടാമത് പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ടയാട് ജംഗ്ഷനിലെ മേൽപ്പാലം ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മലാപ്പറമ്പ് ഭാഗത്തു നിന്നും രാമനാട്ടുകര പന്തീരങ്കാവ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ മുൻപുണ്ടായിരുന്ന പാലത്തിലൂടെ വന്ന് ദേശീയപാതയുടെ മറുവശത്തെ ട്രാക്കിലൂടെയാണ് ഇരുവശങ്ങളിലേക്കുമായി ഉള്ള വാഹനങ്ങളുടെ യാത്ര. എന്നാൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ തൊണ്ടയാട് ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിന് താഴെ കൂടെ വന്ന് ഈ സർവീസ് റോഡിലൂടെ വന്ന് ഈ പ്രധാന ദേശീയപാതയിൽ അല്ലെങ്കിൽ ഈ ഹൈവേയുടെ ഈ ഒരു വശത്തെ ഇടതുവശത്തെ ട്രാക്കിൽ കയറി പന്തീരങ്കാവ് രാമനാട്ടുകര ഭാഗത്തേക്ക് യാത്ര തുടരുകയാണ്. ഈ ഭാഗത്ത് തന്നെ മലാപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം മറുവശത്തു കൂടെയാണ് രാമനാട്ടുകര ഭാഗത്തേക്കും അതുപോലെ തന്നെ പന്തീരങ്കാവ് ഭാഗത്തേക്കും അവിടെ നിന്ന് മലാപ്പറമ്പിലേക്ക് പോകുന്ന വാഹനങ്ങളും ഒരേ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന കോഴിക്കോട് ഹൈവേയിലൂടെ കടന്നു പോകുന്നത്. ഈ കാണുന്ന ഭാഗത്തെല്ലാം തന്നെ വളരെ പതുക്കെയാണ് നിർമ്മാണ പ്രവൃത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ മുൻപാണ് ഈ ഭാഗത്തെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തി കുറച്ചു കാലം നടന്നിരുന്നത്. അതിനുശേഷം ഇവിടെയെല്ലാം താൽക്കാലികമായി നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലെ നിർമ്മാണ പ്രവൃത്തി വളരെ പതുക്കെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഞായറാഴ്ചകൾ ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റു വിശേഷപ്പെട്ട ഫെസ്റ്റിവൽ ദിവസങ്ങളിലും സീസണുകളിലും എല്ലാം തന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലും കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്ക് ഇവിടെയെല്ലാം അനുഭവപ്പെടാറുണ്ട്. ഈ കാണുന്ന തൊണ്ടയാട് മേൽപ്പാലം കഴിഞ്ഞ് പന്തീരങ്കാവ് പാലാഴി ഭാഗത്തേക്ക് വരുമ്പോൾ നെല്ലിക്കോട് പ്രദേശത്തെ ഒരു വലിയ മല പിന്നിട്ട് മുൻപോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്തെല്ലാം തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗമായി ഇവിടെയെല്ലാം തന്നെ ചെറുതായിട്ടുള്ള ബ്രിക്കുകളെല്ലാം വെച്ച്, അതായത് 6 ബ്രിക്കുകൾ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ മന്ദമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സാണ് ഇപ്പോൾ ഈ മുന്നിൽ പാസ് ചെയ്തു പോയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്നും വന്ന് തൊണ്ടയാട് ജംഗ്ഷനിലെത്തി സർവീസ് റോഡിലൂടെ വന്ന് ഈ ഒരു ഹൈവേയിലേക്ക് കയറുകയാണ്. എന്നാൽ മലാപ്പറമ്പ് ഭാഗത്ത് നിന്നും പ്രധാന ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ മറുവശത്തുകൂടെയാണ് രാമനാട്ടുകര ഭാഗത്തേക്ക് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു കൾവേർട്ട് വരുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപേ തുടങ്ങി കുറേ കാലമായി തന്നെ ഇങ്ങനെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് ഗതാഗത തടസ്സം വളരെ രൂക്ഷമായി സംഭവിക്കാറുള്ള മേത്തോട്ത്താഴം ജംഗ്ഷൻ ദേശീയപാതയിൽ കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ ഈ മെർജാവുന്ന ഈ ഒരു ജംഗ്ഷനിലാണ് പിന്നീടുണ്ടാകുന്ന വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുള്ളത്. കോഴിക്കോട് നിന്ന് രാമനാട്ടുകര മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ തൊണ്ടയാട് ജംഗ്ഷനിൽ എത്തിപ്പെടാതെ പൊറ്റമ്മൽ വഴി മേത്തോട്ത്താഴം വഴി ദേശീയപാതയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷൻ. ഈ ഭാഗത്തും വൈകുന്നേരങ്ങളിലും രാവിലെയും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട്.